ഒരു ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേടിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു, ഈ ട്രിപ്പ് പോയ പിള്ളേരെല്ലാം തീരെ ചെറിയ പിള്ളേരാ, 10 വയസ്സിന് താഴെ. ആൻഡ് അവരുടെ കൂടെ ഒരു അഡൾട്ട് പോലും പോയിട്ടില്ല. മാത്രമല്ല, ഈ പിള്ളേരെല്ലാം ട്രിപ്പിന് പോയത് രാത്രി 2:15 ബെഡിൽ നിന്ന് ഇട്ട ഡ്രസ്സും ഇട്ടുകൊണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ആൻഡ് ദേ നെവർ കെയിം ബാക്ക്. ഇതാണ് 2025 സെക്കൻഡ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഹൊറർ മൂവിയായ വെപ്പൺസിന്റെ ട്രെയിലറിൽ പറയുന്ന ഓപ്പണിംഗ് ലൈൻ. ഒരു ചെറിയ ടൗൺ, അവിടെയുള്ള ഒരു ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് ടീച്ചറിന് അടിയിലുള്ള എല്ലാ പിള്ളേരും എക്സെപ്റ്റ് വൺ ഒരു ദിവസം അങ്ങ് മിസ്സിങ് ആവുകയാണ്. ഒരു വെനസ്ഡേ രാത്രി 2:17 AM ആയപ്പോൾ എല്ലാ പിള്ളേരും ബെഡിൽ നിന്ന് പൈജാമയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി, പിന്നെ കണ്ടിട്ടേ ഇല്ല. അവർക്ക് എന്ത് പറ്റി എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ സിനിമയുടെ സ്റ്റോറി. But before that, if you are new to this channel, hi, hello, namaste, my name is Ambli. ആൻഡ് ഈ ചാനലിൽ എൻ്റെ സ്ഥിരം പരിപാടി ഹൊറർ മൂവീസ് റിവ്യൂ ചെയ്യൽ, ഹൊറർ സ്റ്റോറീസ് പറയൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രിഞ്ച് കോമഡി ഷോർട്സ് ഇട്ട് വെറുപ്പിക്കൽ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ എങ്ങനെയാ, നമുക്ക് വെപ്പൺസ് റിവ്യൂ ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2025 സെക്കൻഡ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഹൊറർ മൂവി ആയിരുന്നു വെപ്പൺസ്. മൾട്ടിപ്പിൾ റീസൺസ്. ഒന്ന്, ഇതിൻ്റെ ട്രെയിലർ പൊളി എന്ന് വെച്ചാൽ വേറെ ലെവൽ പൊളി. ഇറ്റ് ഹാഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹുക്സ് എവർ സീൻ ഇൻ എ ഹൊറർ മൂവി ട്രെയിലർ. സെക്കൻഡ്, ഇതിൻ്റെ ഡയറക്ടറാണ് ബാർബേറിയൻ്റെ ഡയറക്ടർ. ആൻഡ് ബാർബേറിയൻ ഇസ് നൗ എ കൾട്ട് ക്ലാസിക്. അത് കാണാതായിട്ട് ഒരു ഹൊറർ ഫാൻ ഈ ഭൂമിയിൽ ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര പൊളി സിനിമയായിരുന്നു. അപ്പൊ ഈ റീസൺസ് കൊണ്ടും പിന്നെ ഒരു ഇന്നേറ്റ് ക്യൂരിയോസിറ്റി, ആ പിള്ളേര് ട്രെയിലറിൽ ഓടണ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, അമ്മച്ചാണെങ്കിൽ ഞാൻ ഞെട്ടിച്ചത്തു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ജസ്റ്റ് റണ്ണിങ് അവേ, ദേ ജസ്റ്റ് എന്തോ ട്രാൻസിലായ പോലെ ഇങ്ങനെ അങ്ങ് ഓടി പോകലാണ്. അപ്പൊ ഈ പിള്ളേർക്ക് എന്ത് പറ്റിയെന്നറിയാനും പിന്നെ ജനറൽ ഹൊറർ സിനിമയോടുള്ള പ്രാന്തം കൊണ്ട്, ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻ കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ബൈ ദ വേ, എൻ്റെ റിവ്യൂ ഫോർമാറ്റ് ഈ വിധമായിരിക്കും. ആദ്യത്തെ 2-3 minutes I'll tell you whether you should watch the movie or not. The remainder of the movie I will explain the story. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ദ ഫസ്റ്റ് പാർട്ട്. ഐ നോ ഇറ്റ്സ് കൗണ്ടർ പ്രൊഡക്റ്റീവ്, വീഡിയോ കാണാണ്ടിരിക്കാൻ എൻകറേജ് ചെയ്യുന്ന പോലെയുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ദ മൂവി ഫോർ യു. അതുകൊണ്ട് ഞാനൊരു ഹെഡ്സപ്പ് തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 1-liner റിവ്യൂ ഇസ് ദാറ്റ് യു ഷുഡ് ആബ്സല്യൂട്ട്ലി ഗോ വാച്ച് ഇറ്റ്. മൾട്ടിപ്പിൾ റീസൺസ്. ഈ കഥ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ പിള്ളേർ എവിടെ പോയെന്ന് അന്വേഷിക്കലേക്ക് തന്നെയാണ്. പക്ഷേ വാട്ട് സ്റ്റുഡ് ഔട്ട് ടു മീ വാസ് ദ സ്പെക്ടാക്യുലർ സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ഈ ഇൻസിഡന്റ്, ഈ പിള്ളേരെ കാണാണ്ടാവുന്നതും അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതെല്ലാം 6 പേരുടെ പെർസ്പെക്റ്റീവ്സ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഇറ്റ്സ് എസെൻഷ്യലി ലൈക്ക് 6 ഷോർട്ട് ഫിലിംസ് പുട്ട് ടുഗെദർ. അതിൽ ഓവർലാപ്പ് ഉണ്ട്, എല്ലാം പല പല സെയിം സാധനങ്ങൾ പല ക്യാമറ ആംഗിൾസിലാണ് കാണിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് സോ യുണീക്ക്. ഈ സിനിമയുടെ വിന്നിങ് പോയിന്റ്, വാട്ട് സ്റ്റുഡ് ഔട്ട് ടു മീ വാസ് ദ വേ ഇറ്റ് വാസ് ക്യാപ്ചർഡ്. ആ സെയിം സാധനം നമ്മൾ 6 വേർഷൻസ് കാണുമ്പോഴാണ് അയ്യോ ഇത്രയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോണേ. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. അത് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് ഇത്രയും ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ് ആയിട്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക യുണീക്നെസ്സിന് വേണ്ടിയിട്ട് പ്ലീസ് ഗോ വാച്ച് ഇൻ ദ തിയേറ്റർ. ആവശ്യത്തിന് ജംപ് സ്കെയർസ് ഉണ്ട്, മ്യൂസിക് ഒക്കെ നല്ലതാ. ഡ്രീം സീക്വൻസസ് ഭയങ്കര പൊളിയാ. യൂഷ്വലി ഡ്രീം സീക്വൻസസ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഇതല്ല, നമുക്കറിയാം ഡ്രീം ആണെന്ന്. പക്ഷെ ഇത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഡ്രീം ആണെന്ന് അറിയാം, പക്ഷെ ഡ്രീമിനകത്ത് സംഭവിക്കുന്നതിന്റെ കാണിക്കുന്ന വിഷ്വൽസിൽ നിന്ന് നമുക്ക് കുറെ ക്ലൂസ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് യു ഷുഡ് ആബ്സല്യൂട്ട്ലി ഗോ വാച്ച് ദിസ് ഇൻ ദ തിയേറ്റർ. Is this the best movie of 2025 so far? Best horror movie? Probably not, because there's Bring Her Back. അതിനെ ബീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഈ വർഷം ഇനി കോൺജ്യൂറിങ്ങിനും പറ്റുമെന്ന്. ബട്ട് ഇഫ് യു ലൈക്ക് ഹൊറർ, ഇഫ് യു ലവ് ഒരു ഫൺ ഹൊറർ വേർ ദർ ഇസ് എലിമെന്റ്സ് ഓഫ് കോമഡി, there are elements of comedy, there are elements of ഇമോഷണൽ, നമുക്ക് ആ ഒരു ചങ്ക് പറഞ്ഞു പോണ ഫീലിംഗ് ആൻഡ് എവറിത്തിങ്, ആബ്സല്യൂട്ട് മസ്റ്റ് വാച്ച്. ഇനി ഞാൻ സ്റ്റോറി പറയും, അപ്പോൾ ഇവിടെ നിർത്തുക. പോയി സിനിമ കണ്ടിട്ട് വരൂ, എന്നിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യൂ. ഓക്കെ. സിനിമ കാണാൻ താല്പര്യമുണ്ട് പക്ഷേ സമയമില്ല, അല്ലെങ്കിൽ പേടിയാണ്, ഈ വക കാരണങ്ങളാൽ നിങ്ങൾ വെപ്പൺസ് കാണാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഐ എം ഗോയിങ് ടു ടെൽ യു ദ സ്റ്റോറി. സിനിമ തുടങ്ങുന്നത് ഒരു കൊച്ചിങ്ങനെ പറയുന്നതിനെ നറേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. വേർ ദ ചൈൽഡ് സേസ്, എൻ്റെ ടൗണിൽ 17 പിള്ളേർ ഒരേ ക്ലാസ് റൂമിലുള്ള മിസ് ജസ്റ്റിൻ ഡാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നുള്ള സകല പിള്ളേർ എക്സെപ്റ്റ് വൺ, അലക്സ് ലില്ലി എന്ന് പറയുന്ന ഒരു കൊച്ചു മാത്രം ക്ലാസ്സിൽ ഒരു ദിവസം വെനസ്ഡേ രാവിലെ വരും. ബാക്കി പിള്ളേർ എവിടെ പോയെന്ന് കണ്ടുപിടിക്കാൻ ചെല്ലുമ്പോഴേക്കും ദേ റിയലൈസ് ദാറ്റ് എല്ലാ പിള്ളേരും കറക്റ്റ് 2:17 AM ആയപ്പോൾ ബെഡിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ ഓടി ഡാർക്ക്നെസ്സിലേക്ക് ഇറങ്ങി ഓടിക്കളയും. അവരെ പിന്നെ കണ്ടിട്ടില്ല. എല്ലാവരുടെയും വീട്ടിൽ പോയി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. ചില വീടുകളിൽ
ഡോറിൽ മറ്റേ റിംഗ് ക്യാമറ ഉണ്ട്. അപ്പൊ ആ വിഷ്വൽസ് മോഷൻ സെൻസർ ആക്ടിവേറ്റഡ് ആണല്ലോ, അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഈ പിള്ളേർ ഇറങ്ങി പോകുന്നത്. ആൻഡ് ഇറ്റ്സ് സ്ട്രേഞ്ച് ബിക്കോസ് ഓൾ ഓഫ് ദോസ് ചിൽഡ്രൻ റാൻ ഇൻ ദാറ്റ് ക്രീപ്പി, കൈ ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ഔട്ട് ഒരു രീതി. സോ ഇമ്മീഡിയറ്റ്ലി ദേ സസ്പെക്ട് സംതിങ് എൽസ്. കാരണം ഇത് ഇത്ര നാച്ചുറൽ അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് സാധാരണ എണീറ്റ് പോകണ പോലെ പിള്ളേർ പോകണം. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങനെ ഓടിപ്പോകലാണ്. പിന്നെ അവരോട്ട് കാണുന്നില്ല. ഒബ്വിയസ്ലി ഈ ക്ലാസ് റൂമിൽ ഈ എല്ലാ പിള്ളേരും ഒരേ ക്ലാസ് റൂമിലായതുകൊണ്ട് കോമൺ ഫാക്ടർ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ക്ലാസ് ടീച്ചറാണ്. പിന്നെ അവിടെ സർവൈവ് ചെയ്ത് പോവാതിരുന്ന, മിസ്സിങ് ആവാണ്ടിരുന്ന ആ ഒരു കൊച്ചു. ഇവരൊക്കെ തലങ്ങനെയും വിലങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഒരു മാസം ഒരു സ്കൂൾ അടച്ചിടുന്നു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിള്ളേർക്ക് പഠിക്കണ്ടേ. അപ്പോൾ അവർ സ്കൂൾ തുറക്കുന്നു. സ്കൂൾ തുറക്കുമ്പോൾ പാരൻസിനൊക്കെ ഭയങ്കര ദേഷ്യം. എല്ലാവരും പറയണേ ഈ ക്ലാസ് ടീച്ചറിനെ പിടിച്ച് ജയിലിലിട്ടിട്ട് 2 പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാം എന്നാ. പക്ഷെ അതല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഷീ ഈസ് ഗോയിങ് ത്രൂ ഇനഫ്. ഷീ ഹാസ് എ പ്രോബ്ലം വിത്ത് ആൽക്കഹോൾ. അവർ ഒരുപാട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ലേഡിയാണ്. ആൻഡ് ഗിവൺ ഹെർ കറന്റ് ഇമോഷണൽ ഡിസ്ട്രസ്, അവർക്കും അറിയണം പിള്ളേർക്ക് എന്ത് പറ്റിയെന്ന്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവർക്ക് ഒരു ഇതുമില്ല. ഷീ ആക്ച്വലി കെയർഡ് അബൌട്ട് ദോസ് ചിൽഡ്രൻ. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് ക്ലാസ് ടീച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ ഇവന്റ്സ് കാണുന്നതായിട്ടാണ്. ആൻഡ് ഷീ ഈസ് ബീയിങ് ബുള്ളീഡ് ഇൻ ദ ടൗൺ. ആൾക്കാരെല്ലാം റൂഡാണ്, അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അകത്തുനിന്ന് കുറച്ച് ക്ലൂസ് കിട്ടുന്നു, വിച്ച് ഇസ് ദാറ്റ് ആ ലേഡിയുടെ ക്ലാസ് ടീച്ചറിന്റെ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇസ് ദാറ്റ് ഈ സർവൈവ് ചെയ്യുന്ന ചൈൽഡ് അലക്സ് ലില്ലി, അവന്റെ വീട്ടിൽ എന്തൊക്കെയോ പന്തികേടുണ്ട്. ഇവർ ആ വീട്ടിൽ പോവും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ ജനലെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് മൂടിയേക്കുന്നു. ആകെപ്പാടൊരു പന്തികേടാണ്. ആൻഡ് ഇവര് ജനലിന്റെ അകത്തൂടെ ഇങ്ങനെ ഒരു പീപ്പ് ചെയ്ത് നോക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ പേരൻസ് അവിടെ ഇങ്ങനെ ഫ്രോസൺ ആയ പോലെ ഇരിക്കുന്നു. ഒരു അനക്കവും ഇല്ല. അത് കണ്ട് ഞെട്ടിയിട്ട് ഈ പെണ്ണ് പുറകോട്ട് ചാടുന്നു. പക്ഷെ അപ്പൊ എന്തോ കുറെ സാധനങ്ങളൊക്കെ തട്ടിമറിഞ്ഞ് താഴെ വീഴുന്നു, വിച്ച് മീൻസ് ദാറ്റ് ഷീ മേക്സ് എ ലൗഡ് സൗണ്ട്. എന്നിട്ട് രണ്ടാമത് നോക്കുമ്പോൾ പേരൻസ് അനങ്ങിയിട്ടില്ല. പേരൻസ് അവിടെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ ഈ ലേഡി ആ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് പറയും, ലുക്ക് മാർക്കസ്, ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആസ് എ വെൽഫെയർ എന്തോ അതോറിറ്റി യു ആർ സപ്പോസ് ടു റിപ്പോർട്ട് ഇറ്റ്. ആൻഡ് പേരൻസിനെ വിളിച്ച് സംസാരിക്കുകയോ അവരുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുകയോ ചെയ്യണം. അത് മസ്റ്റ് ആണെന്ന് പറയും. നെക്സ്റ്റ് ഡേ ഈ പെണ്ണ് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗ്രീവിങ് ഫാദർ, ഒരു കാണാണ്ടായ കൊച്ചിന്റെ ഫാദർ, ഹു ഹാസ് നോട്ട് ബിൻ കോപ്പിംഗ് വെൽ അറ്റ് ഓൾ. ഹി ഈസ് ഒബ്സെസ്ഡ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ. അയാൾ എല്ലാ ദിവസവും ആ റിംഗ് ക്യാമറ ഫുട്ടേജ് നോക്കിക്കൊണ്ടിരിക്കുക, കൊച്ചു ഇറങ്ങി ഓടുന്നത്. ആൻഡ് ഹി ഈസ് ട്രൈങ് ടു ടോക്ക് ടു ഹിസ് സൺ ഇൻ ഹിസ് ലൈക്ക് മെന്റലി സംസാരിക്കാനൊക്കെ നോക്കുന്നു. ഹി സ്ലീപ്സ് ഇൻ ദി ചൈൽഡ്സ് ബെഡ്റൂം. അത് ഒരു തരത്തിലും കോപ്പി ചെയ്യാത്തൊരു ഫാദറാണ്. ആ ഫാദർ ഈ ക്ലാസ് ടീച്ചറിനെ ഇങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കണ കാണുമ്പോൾ വന്ന് കൺഫ്രണ്ട് ചെയ്യാൻ വരും. എന്നിട്ട് നിങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളൊക്കെ തല്ലി കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അവരെന്തോ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിത്ത് ഹൂം ദ ക്ലാസ് ടീച്ചർ ഹാഡ് സ്പോക്കൺ കംസ്. ഓക്കെ, അവിടെ വന്ന് ഈ പെണ്ണിനെ ടാക്കിൾ ചെയ്യും. ദ സ്ട്രൈക്കിംഗ് ഫാക്ടർ ഇസ് ദാറ്റ് ആ പ്രിൻസിപ്പൾ ഓടി വന്നതും ആ പിള്ളേർ ഓടിയ പോലെയാണ്, ആംസ് ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ഔട്ട് ആയിട്ട്. ജസ്റ്റിന്റെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ജസ്റ്റിന്റെ ഫോർമർ ബോയ് ഫ്രണ്ടും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്, പോളിന്റെ പെർസ്പെക്റ്റീവിലാണ്. പോളിന്റെ പെർസ്പെക്റ്റീവിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ ലൈറ്റ് ഒന്നും ഷെഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അയാൾ ആ ലോക്കലി ഒരു ഹോംലെസ് ഡ്രഗ് അഡിക്റ്റ് ഉണ്ട്. അയാളായിട്ട് കുറച്ച് ഒരു അടി ഉണ്ടാവും. അയാളുടെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ പോലീസ് പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഡ്രഗ് അഡിക്റ്റ് എവിടെയോ ഇങ്ങനെ കയറാൻ നോക്കുന്ന പോലെ തോന്നി. അപ്പൊ അയാൾ ചേസ് ചെയ്ത് അയാളെ പിടിക്കുമ്പോൾ അയാളുടെ പോക്കറ്റിനകത്ത് ഡ്രഗ് യൂസ് ചെയ്ത നീഡിൽ ഉണ്ടായിരുന്നു, വിച്ച് സ്റ്റിങ്സ് ഹിം. ഈ പോലീസ് ഓഫീസർക്കും ഒരു ആൽക്കഹോൾ അബ്യൂസ് പ്രോബ്ലം ഉണ്ട്. പക്ഷെ അയാൾ ഒരു റിക്കവറിങ് ആൽക്കഹോൾ ആണ്. ബട്ട് ഐ തിങ്ക് ഹീസ് ഓൾസോ ആൻ അഡിക്റ്റ്. അപ്പൊ ആ നീഡിൽ അയാളെ കയ്യിൽ പ്രിക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് അത് ഭയങ്കരമായിട്ടും ട്രിഗർ ചെയ്യും. അന്ന് വൈകുന്നേരം അയാൾ ഈ ജസ്റ്റിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ക്ലാസ് ടീച്ചർ, അവരെ കാണാൻ പോകുന്നു. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ബാക്കി എന്ത് ചെയ്തു എന്ന്. ബട്ട് he falls off the wagon. He consumes alcohol that night. And he is also not doing well. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് നടക്കുന്നു. ഈ 6 സ്റ്റോറീസ് കാണിക്കുന്ന ആൾക്കാർക്കും അവരവരുടേതായ ബാറ്റിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ദ ഡയറക്ടർ ട്രൈ ടു ഇൻക്ലൂഡ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രീഫ്. ഒരാൾ ഡിനയൽ, ഒരാൾ ഓവർ കൺസംഷൻ, ഒരാൾ ആങ്കർ. എല്ലാ ഫീലിങ്സും ഇൻഡിവിജ്വലി കവർ ചെയ്തിട്ടുണ്ട്. പോലീസ് ഓഫീസറിന്റെ സ്റ്റോറിയിൽ നമ്മൾ ഈ ഡ്രഗ് അഡിക്റ്റിനെ ആയിട്ട് ഇയാൾ കണക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അയാളെ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീഡിൽ കാരണം കൈ പ്രിക്കാവെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ദേഷ്യത്തിൽ അയാൾ അറിയാണ്ട് ഇയാളെ പിടിച്ചടിക്കും. അത് ശരിക്കും ചെയ്യാൻ പാടില്ല. ആൻഡ് ഹി റിയലൈസസ് ദാറ്റ് അയാളുടെ ഡാഷ് ക്യാം ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. ആൻഡ് ഹി ടെൽസ് ദ ഡ്രഗിയുടെ പേര് ജെയിംസ് ആണ്, ഇനി മേലാൽ ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ സ്റ്റോറി അവിടെ എൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഫാദറിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ്. ഫാദറിന്റെ പെർസ്പെക്റ്റീവില് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, അയാളുടെ ജോലിയൊന്നും മര്യാദ നടക്കുന്നില്ല. ഹി വർക്ക്സ് ഇൻ കൺസ്ട്രക്ഷൻ. അയാൾ
മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ മറന്നു പോകുന്നു, പെയിന്റ് കളർ പറഞ്ഞത് മാറി അടിക്കുന്നു, എല്ലാം താറുമാറാണ്. അയാളുടെ ഭാര്യയായിട്ടും അയാൾ ഡിസ്റ്റന്റ് ആയിട്ടുണ്ട്. ആൻഡ് ഹീസ് ഒബ്സെസിങ് ഓവർ ഹിസ് സൺസ് ഡിസപ്പിയറൻസ്. ആൻഡ് ഹീ ഈസ് റിയലി റിയലി കൺവിൻസ്ഡ് ദാറ്റ് ദ ടീച്ചർ ഹാഡ് സംതിങ് ടു ഡു വിത്ത് ജസ്റ്റിൻ. അങ്ങനെ ഇയാൾ ഒരു ദിവസം വേറൊരു വീട്ടിൽ പോകും, വേർ ഹി ന്യൂ ദാറ്റ് ദർ ഇസ് എ റിംഗ് ക്യാം ഓൺ ദ ഡോർ ആൻഡ് ആസ്ക്സ് നിങ്ങളുടെ ഫുട്ടേജ് ഒന്ന് ഷെയർ ചെയ്യോ, എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാനുണ്ട്. ആ ഫുട്ടേജ് വെച്ച് അയാളുടെ കുറെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് അയാൾ ഒരു ജനറൽ ഡിറക്ഷൻ പറയും, വേർ ഓൾ ദ ചിൽഡ്രൻ മേ ഹാവ് ഗോൺ. അയാളുടെ മോൻ പോയ ഡിറക്ഷനും പിന്നെ കിട്ടിയിട്ടുള്ള ഫുട്ടേജ് ഒക്കെ വെച്ചിട്ട് എല്ലാ പിള്ളേരും കളക്റ്റീവ്ലി ഏത് ഡിറക്ഷനിലാണ് പോയേക്കണേന്ന് അയാൾ ഒരു ഗസ് വർക്ക് പറയും. ഇത് കണ്ടുപിടിച്ചിട്ട് ഇയാള് പോകുന്ന വഴിയാണ് റിമെമ്പർ ടീച്ചർ പെട്രോൾ നിറച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നത്. അപ്പൊ ഇയാൾ അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് ഇവരെ തെറി വിളിക്കാൻ ഇറങ്ങി വരുന്നു. തെറി വിളിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിലാണ് പ്രിൻസിപ്പൾ ഇങ്ങനെ പൊസസ്ഡ് ആയിട്ട് ഓടി വരുന്നത്. അതൊരു വലിയ അടിയാവും. പിന്നെ പക്ഷെ ഈ പെണ്ണ് കാറി കയറി രക്ഷപ്പെടാൻ നോക്കും. അപ്പം എന്നിട്ടും ഇയാൾ പുറകെ ഇങ്ങനെ ഒരു മിസ്സിൽ ലോക്ക് ചെയ്യുന്ന പോലെയാണ്, ടാർഗറ്റിൽ ലോക്ക് ചെയ്യുന്ന പോലെയാണെന്നാണ് അയാൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഈ ഫാദർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ഈ ഫാദറിന് തലേ ദിവസം ഒരു ഡ്രീം വരുന്നുണ്ട്, വേർ ഹി സീസ് ആൻ അസോൾട്ട് റൈഫിൾ ഹാങ്ങിങ് ഓൺ ടോപ്പ് ഓഫ് ദ ഹൗസ് ആൻഡ് അലാം ക്ലോക്ക് പോലെ 217 പിള്ളേർ ഇറങ്ങി ഓടിയ ടൈമാണ്. അതൊരു വീടിന്റെ മുകളിൽ അപ്പിയർ ചെയ്യുന്നു. അപ്പൊ ഈ വീട് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഏത് വീടാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഇയാൾ അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഇയാളുടെ മോൻ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന കാണുന്നു. ആൻഡ് ദെൻ ഹി റിയലൈസസ് ഇറ്റ്സ് ഹിസ് ഓൺ ഹൗസ് ആൻഡ് ഹി ഈസ് ടോക്കിംഗ് ടു ദ ചൈൽഡ് ഇൻ ദ ബെഡ്. ആൻഡ് അയാൾ കണ്ണ് ഐ ലവ് യു എന്ന് പറഞ്ഞ് കണ്ണിങ്ങനെ അടച്ച് തുറക്കുമ്പോഴേക്കും അതിനകത്തൊരു ക്ലൗൺ, ഒരു വല്ലാത്ത പിശാശു പോലത്തെ ഒരു ക്ലൗൺ. ആൻഡ് ദെൻ ഹി സ്ക്രീംസ് വേക്കിംഗ് അപ്പ്. ദാറ്റ് വാസ് ഹിസ് ഡ്രീം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഈ ലേഡീനെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ കുളമാവും, കാരണം ഈ പ്രിൻസിപ്പിള് കാറിന്റെ പുറകെ ഓടും, പക്ഷെ അപ്പൊ അയാളെ വേറൊരു കാറ് വന്ന് ഇടിക്കുന്നു. അയാള് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ ബ്രെയിനൊക്കെ സ്പ്ലാറ്റർ ചെയ്ത് മരിച്ചു പോകുന്നു. ആൻഡ് അത് കഴിഞ്ഞ പിന്നെ ദ ഫാദർ ഇസ് സ്റ്റാർട്ടിങ് ടു തിങ്ക് ദാറ്റ് വാട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ടു ഡു വിത്ത് ദ ടീച്ചർ, വാട്ട് ഇഫ് ദർ ഇസ് സംതിങ് എൽസ്, ബിക്കോസ് ഇറ്റ് ലുക്സ് വെരി അൺയൂഷ്വൽ. ആ പിള്ളേർ ഓടിയ അതേ രീതിയിൽ. ആൻഡ് ദിസ് ഗൈ വാസ് ജസ്റ്റ് ലൈക്ക് ലോക്ക്ഡ് ഓൺ ദ ടീച്ചർ. അവരെ കൊല്ലുക എന്നുള്ളൊരു ഇതിൽ മാത്രം ഇങ്ങനെ അയാൾ തള്ളിയിടാൻ നോക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ടും അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് റണ്ണിങ് ടുവേർഡ്സ് ഹെർ. And the father's like, there's something else going on here entirely. And then the teacher says, ഇതുപോലെ ഞാൻ ജീവിതത്തിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ പൊസസീവ് ആയിട്ട് തന്നെ. And then he remembers, പിള്ളേരും ഇതുപോലെയാണല്ലോ ഓടിയത്. And then ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു. And he draws the map and shows her that ഈ ജനറൽ ഡിറക്ഷനിലാണ് പിള്ളേർ പോയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. And the teacher is like, ഞാൻ ഈ ഡിറക്ഷനിൽ പോയതാ. And I went to Alex Lily's house. E direction all points towards that one surviving child's house. And the teacher went there to peek. Remember? അപ്പോഴാണ് ഇവർ ഈ സോഫയിലെ പേരൻസ് ഇങ്ങനെ മമ്മിഫൈഡ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണുന്നത്. അന്ന് തന്നെയാണ് ടീച്ചർ പ്രിൻസിപ്പളിനെ വിളിച്ച് പറയുന്നത് ദാറ്റ് ആ വീട്ടിൽ പോയി അന്വേഷിക്കണം. And then they start connecting the dots. Okay, so he tried to make contact with somebody in his house, Alex Lily's house. And then following that, കാര്യം അവർ പറയും അപ്പനും അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ടാണ് അവർ വരാത്തത്. ദെൻ ഹീസ് ലൈക്ക് ഓക്കെ, വയ്യെങ്കിൽ വി നീഡ് ടു റിപ്പോർട്ട് ദാറ്റ് ടു ദി അതോറിറ്റീസ്, കാരണം കൊച്ചിനെ ആരാ നോക്കുന്നത്, അപ്പയ്ക്കും അമ്മയ്ക്കും വയ്യെങ്കിൽ. ആൻഡ് ദെൻ ദി ആർട്ട് ഈസ് ലൈക്ക് നോ ഇറ്റ്സ് ഫൈൻ, ഞാൻ നോക്കുന്നുണ്ട്. ആൻഡ് അലാം ബെൽസ് ആർ ഗോയിങ് ഓഫ് ഇൻ ഹിസ് ഹെഡ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് സംതിങ് അൺയൂഷ്വൽ അബൌട്ട് ദിസ് ലേഡി. ആൻഡ് അവർ പറയുന്ന കാര്യങ്ങളൊന്നും സെൻസ് ഉണ്ടാക്കുന്നില്ല. ബട്ട് നൺദലെസ് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സോ ഹീസ് ലൈക്ക് ഫൈൻ, ചലോ യു ഹാവ് ടു സെറ്റ് അപ്പ് എ മീറ്റിംഗ് വിത്ത് ദ പേരൻസ് ആൻഡ് ദാറ്റ്സ് ദാറ്റ്. അങ്ങനെ ആ ലേഡി പോകുന്നു. അടുത്ത ദിവസം പ്രിൻസിപ്പൾ വീട്ടിലിരിക്കുമ്പോൾ ആരോ ടപടപട ചെയ്യുന്ന ഡോർ ബെല്ലടിക്കുന്നു. സോറി, അങ്ങനെയല്ലല്ലോ ബെല്ലടിക്കുന്നത്, ഡിങ് 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 ബെല്ലടിക്കുന്നു. അയാൾ പോയി ഡോർ തുറക്കുമ്പോൾ അതേ ഈ ലേഡിയാണ്. ഈ ലേഡി വന്നിട്ട് പറയുമ്പോൾ അയ്യോ എന്തോ സ്റ്റോറിയൊക്കെ പറയാൻ തുടങ്ങും. ഓ ഞാൻ ബസ് മിസ് ചെയ്തു, ഞാൻ ഭയങ്കര ടയർഡാ, ക്യാൻ ഐ കം ഇൻസൈഡ് ഫോർ സം വാട്ടർ. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇവർ പറയും അലക്സ് ലിലിയുടെ പേരൻസ് മൺഡേ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും, അപ്പോൾ ദാറ്റ് ഇസ് സോർട്ടഡ് ഔട്ട്. അപ്പോൾ ഇവർ വെള്ളം തരുമോയെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ഗ്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആ ലേഡി പറയും എനിക്ക് ഗ്ലാസ് വേണ്ട, എനിക്കൊരു ബൗളിൽ വെള്ളം തന്നാൽ മതി, ഞാൻ അങ്ങനെയാണ് കുടിക്കണേ, ഇറ്റ്സ് ജസ്റ്റ് മൈ പെക്യുലാരിറ്റി, ദാറ്റ്സ് മൈ നേച്ചർ. അപ്പോൾ ഇയാൾ ഹീസ് എ ലിറ്റിൽ കൺഫ്യൂസ്, ബട്ട് സ്റ്റിൽ ഇത്രയും 55 വയസ്സുള്ള ഒരു ലേഡി വന്ന് വെള്ളം ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഇയാൾ വെള്ളം ഒരു ബൗളിൽ കൊടുക്കും. പക്ഷെ ബൗളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ബാഗിനകത്ത് കൈയിട്ടിട്ട് ഒരു കൊമ്പ് പോലത്തെ, ഒരു മരത്തിൻ്റെ കൊമ്പ് പോലത്തെ ഒരു സാധനം എടുക്കുന്നു. പ്രിക്സ് ഹെർ ഫിംഗർ വിത്ത് ഇറ്റ്, നോട്ട് പ്രിക്സ്, കട്ട്സ് ഹെർ ഹാൻഡ് വിത്ത് ഇറ്റ്. ആൻഡ് ദെൻ ആ ബ്ലഡ് ആ ട്വിഗിൽ സ്മിയർ ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് അയാളുടെ ബാഗിൽ നിന്ന് എന്തോ സാധനം എടുത്തിട്ട് എന്തോ മന്ത്രം പറയണമല്ലൊക്കെ കാണിക്കുന്നു. അപ്പൊ ഈ പ്രിൻസിപ്പളിന്റെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് ആകെ ഫ്രീക്ഡ് ഔട്ട് ആവും. അയാൾ ഒരു തുണി എടുത്തിട്ട് ഇവർക്ക് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോഴേക്കും ഒരു കത്രിക എടുത്തിട്ട് അയാളുടെ മുടി അവരിങ്ങോട്ട് വെട്ടിയെടുക്കും.
എന്നിട്ട് അത് ആ കൊമ്പിൽ ഇങ്ങനെ റാപ്പ് ചെയ്യും. ആൻഡ് ദെൻ ഷീ ബ്രേക്സ് ദ ട്വിഗ് ആൻഡ് ദെൻ ടേക്സ് എ സ്മോൾ ബെൽ ഔട്ട് ആൻഡ് റിങ്സ് ഇറ്റ്. പിന്നെ അങ്ങോട്ട് സിനിമ വേറെ ലെവലായി. ദ മോമെന്റ് ഷീ ഡസ് ദാറ്റ്, ഈ പ്രിൻസിപ്പൾ ഇങ്ങനെ ഫ്രോസൺ ആയി ആൻഡ് ദെൻ ടേൺസ് ടുവേർഡ്സ് ഹിസ് ഹസ്ബൻഡ് ആൻഡ് ലിറ്ററലി ഹെഡ് ബട്ട്സ് ഹിം റിപ്പീറ്റഡ്ലി. ലൈക്ക് ഇങ്ങനെ നിലത്ത് കിടത്തിയിട്ട് ഇങ്ങനെ ഇട്ട് തല വെച്ച് അടിച്ചു കൊല്ലും. And then she takes another strand of hair from the bag. ഇത് വേറൊരു സീക്വൻസിൽ അവർ കാണിക്കുന്നുണ്ട്. I don't want to describe that scene to you. It is the best horror sequence in that entire movie. ഈ ക്ലാസ് ടീച്ചറിന്റെ മുടിയുടെ ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്യുന്ന സീൻ, ആ ഇതെടുത്തിട്ട് ഈ ട്വിഗിൽ ഇങ്ങനെ കെട്ടും, അത് സ്നാപ്പ് ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ മറ്റേ സീനിലേക്ക് കാണുന്നത്. ഈ പ്രിൻസിപ്പൾ ഇങ്ങനെ ഓടി വന്നിട്ട് പെട്രോൾ പമ്പിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജസ്റ്റിനെയും ആ കാണാണ്ടായ കുട്ടിയുടെ പപ്പ ആർച്ചർ, played by Josh Brolin, who played Thanos and also that guy in Deadpool, the villain in Deadpool. അത് അവിടെ വന്ന് കണക്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഹൗ ദ പ്രിൻസിപ്പൽ ഗോട്ട് പൊസസ്ഡ്. ഇനി നമ്മൾ കാണുന്നത് ആ ഡ്രഗ് അഡിക്റ്റിന്റെ പെർസ്പെക്റ്റീവ്. 6 സ്റ്റോറീസ് ഉണ്ട്, 6 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, 6 ആക്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഡ്രഗ് അഡിക്റ്റിന്റെ പെർസ്പെക്റ്റീവില് മൈ ഗോഡ്, ഞങ്ങൾ നിർത്താണ്ട് ചിരിച്ചു. ദി entire theater. It's a horror movie, but my god, we laughed so much. കാരണം ഒരു മനുഷ്യൻ ഒരു പേടിക്കുന്ന സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്ന രീതി ആക്ച്വലി കൊമീഡിക് ആണ്. ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ലൈക്ക് ഓൾ ഓഫ് ദാറ്റ്. ദർ ഇസ് നോ, അയാൾ എസ്തെറ്റിക്കലി ഒന്നും അല്ല ചെയ്തേക്കണം. അയാൾ ആക്ച്വലി ഹൈ ആണ്. 90% ഓഫ് ദ ടൈം അയാൾക്ക് വലിയ വെളിവൊന്നുമില്ല. അപ്പൊ കാണുന്നത് അൺയൂഷ്വൽ ആണെന്ന് റിയലൈസ് ചെയ്യാൻ തന്നെ അയാൾക്ക് കുറച്ച് സമയം എടുക്കും. അയാള് ഇതുപോലെ ഡ്രഗ് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ കാറൊക്കെ തുറന്ന് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അലക്സ് ലില്ലിയുടെ വീട്ടിൽ ചെന്ന് പെടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാൾ നോക്കുമ്പോൾ ആകെപ്പാടെ വീടൊക്കെ അലമ്പായിട്ട് കിടക്കുന്നു. ആൻഡ് ഹി ഓൾസോ നോട്ടീസസ് ദാറ്റ് പേരൻസ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കണു. എന്നിട്ട് പോലും അയാൾക്ക് അതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അയാൾ അവിടെ ഉള്ള സ്പൂണും ഫോർക്കും ഒക്കെ അടിച്ചു മാറ്റാൻ തുടങ്ങും ടു സെൽ അറ്റ് എ പോൺ ഷോപ്പ്. ഹി ജസ്റ്റ് നീഡ്സ് മണി ടു ബൈ ഡ്രഗ്സ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇയാള് ആ ഡ്രഗ് ഷോപ്പിൽ ചെല്ലുമ്പോൾ ആദ്യം അയാളൊരു ഐപാഡ് അടിച്ചു മാറ്റിയിട്ട് ഇവിടെ വിൽക്കാൻ ചെല്ലുമ്പോഴേക്കും ഇത് പറയായിരുന്നു, ഇവിടെ ഐപാഡ് ഒന്നും എടുക്കൂല, ഇത് സ്റ്റീൽ മെറ്റൽ ആന്റിക്വിറ്റീസ് ആക്രി സാധനങ്ങളൊക്കെ എടുക്കുള്ളൂ, അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറയും. അങ്ങനെ അയാൾ രണ്ടാമത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ ചെന്ന് പെടുന്നത്. പക്ഷെ അയാൾ ആ പോൺ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പോസ്റ്റർ കാണുന്നുണ്ട് വിച്ച് സേസ് ദാറ്റ് 17 children മിസ്സിംഗ് ആണ്. ഈ മിസ്സിങ്ങിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ തരുവാണെങ്കിൽ $50,000 ഞങ്ങൾ റിവാർഡായിട്ട് തരും. ഓക്കെ, ഈ പോസ്റ്റർ അയാൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യു കട്ട് ടു ദ സീൻ വെയർ ഹീ സ്റ്റീലിംഗ് സ്പൂൺസ്, ഫോർക്സ്, പ്ലേറ്റ്സ്, വാട്ട് എവർ എക്സ്പെൻസീവ് മെറ്റൽ ഐറ്റംസ് ഹി ക്യാൻ ഫൈൻഡ് ഇൻ അലക്സ് ലില്ലീസ് ഹൗസ്. അയാൾ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ അറിയാണ്ട് ബേസ്മെന്റ് ഡോറ് തുറക്കുന്നു. ആൻഡ് അയാൾ അടിയിലേക്ക് പോയിട്ട് ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ all 17 children are just standing there looking at the wall. It's called the Blair Witching. ഹൊറർ ലവേഴ്സിന്റെ ഇടയിൽ ആ ഒരു നിപ്പുണ്ടല്ലോ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ബ്ലെയർ വിച്ചിങ്. അത് ആദ്യം കണ്ടത് ബ്ലെയർ വിച്ച് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ്. ആൻഡ് ഹീസ് ലൈക്ക് വാട്ട് ദ ഫഡ്ജ്, ആൻഡ് ദർ ജസ്റ്റ് സ്റ്റാൻഡിങ് ദർ ആൻഡ് ആസ് ഓഫ് കൺട്രോൾ ബൈ സംബഡി എൽസ്. അവരെല്ലാം ഒരുമിച്ച് തിരിഞ്ഞ് ഇയാളെ നോക്കും. അപ്പം അയാൾക്ക് പേടിയാവും. ആൻഡ് ദെൻ ഹി വാസ് ലൈക്ക് ഓക്കെ നോ ഐ എം ഔട്ട് ഓഫ് ഹിയർ. അങ്ങനെ അയാൾ കയറി ബേസ്മെന്റ് അടയ്ക്കും ആൻഡ് ഒരു സാധനം വെച്ച് അതൊക്കെ ലോക്ക് ചെയ്യാൻ നോക്കും ബേസ്മെന്റ്. എന്തിന് അപ്പോഴേക്കും പേരൻസും ആക്ടിവേറ്റ് ആവും. അവരും സോഫയിൽ ഇങ്ങനെ എണീറ്റ് വന്ന് ഇയാളെ ചേസ് ചെയ്യാൻ വരാൻ തുടങ്ങും. ബട്ട് ഇയാൾ എടുത്ത സ്പൂണും ഫോർക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. പിന്നെയും പോൺ ഷോപ്പിൽ പോയിട്ട് അത് വെക്കുന്നു. അപ്പോഴും അയാൾ ഇത് നോക്കുവാണ്. 17 children, 50,000 rupees. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് പോലീസിനെ വിളിച്ചേക്കാം. ആൻഡ് ദെൻ ഹി കോൾസ് ദ പോലീസ് ആൻഡ് സേസ് എനിക്ക് ഈ പൈസ തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീടിന്റെ ലൊക്കേഷനും ഈ പിള്ളേർ എവിടെ ഉണ്ടെന്നെല്ലാം കാണിച്ചു തരാം. പക്ഷെ ഇത് പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ റിമെമ്പർ ദാറ്റ് ആദ്യത്തെ പോലീസ് ഓഫീസർ ഹൂസ് ദി എക്സ് ബോയ് ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് ടീച്ചർ, അയാളുടെ കയ്യിൽ നീഡിൽ പ്രിക്കായപ്പോഴൊക്കെ ദേഷ്യം കയറി എന്ന് പറഞ്ഞില്ലേ, അയാളെ കാണും. ഇയാളെ കാണുമ്പോൾ ദേഷ്യം വരും. അയാൾ ചേസ് ചെയ്യാൻ വേണ്ടി ഓടിക്കും. ആൻഡ് ഓടിച്ച അവസാനം ഇയാളെ ഫോറസ്റ്റിൽ ഇയാളുടെ ടെന്റിന്റെ അകത്ത് വരെ എത്തിക്കും. ആൻഡ് അറിയാതെ ഈ ഡ്രഗ് അഡിക്റ്റ് ആ പോലീസുകാരനെ സ്റ്റാബ് ചെയ്യും. ആൻഡ് ദെൻ കുറെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കും. എന്നിട്ട് അവസാനം ഈ ഡ്രഗ് അഡിക്റ്റ് പറയും, ഞാൻ ആക്ച്വലി വന്നത് ഈ കാണാണ്ടായ പിള്ളേരെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു, അതിന്റെ ലൊക്കേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. പോലീസുകാരെ നോക്കുമ്പോഴേക്കും അത് ഷൈൻ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ലെറ്റ്സ് ഗോ ഇൻവെസ്റ്റിഗേറ്റ്. ആൻഡ് ഹീസ് ലൈക്ക് ഓക്കെ ടേക്ക് മീ ടു ദ ഹൗസ്. അങ്ങനെ അപ്പൊ തന്നെ ഈ ഡ്രഗ് അഡിക്റ്റും പോലീസുകാരനും കൂടെ ആ അലക്സ് ലില്ലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പോലീസുകാരൻ പറയും താൻ ഈ കാറിലിരിക്കും, ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ. അപ്പൊ ഡ്രഗ് അഡിക്റ്റ് കാണുന്നത് ഇസ് ദാറ്റ്
ആ പോലീസുകാരൻ അവിടെ ചെന്ന് ബെല്ലടിക്കുന്നു, ആരോ ഡോറ് തുറക്കുന്നു, സംസാരിക്കുന്നു, പോലീസുകാരനകത്തേക്ക് പോകുന്നു. പിന്നെ കാണിക്കണത് രാത്രിയായി, വിച്ച് മീൻസ് അറ്റ്ലീസ്റ്റ് 6-7 hours ലേറ്റർ ആണ് ആ പോലീസുകാരൻ പുറത്തേക്ക് വരുന്നത്. അതും അയാളും വരുന്നത് ഇങ്ങനെ ചില പൊസസ്ഡ് ആയ രീതിയിലാണ്. വന്ന് ഡോറ് തുറക്കുന്നു, ഈ ജെയിംസ് ഡ്രഗ് അഡിക്റ്റിനെ ഡ്രാഗ് ചെയ്ത് വീട്ടിൻ്റെ അകത്തേക്ക് പോയിട്ട് ഡോർ അടയ്ക്കുന്നു. ഇവിടെ തീർന്നു പെർസ്പെക്റ്റീവ്സ്. ഇനി നമ്മൾ കാണുന്നത് ഫൈനൽ പെർസ്പെക്റ്റീവ്, വിച്ച് ഇസ് ദി സർവൈവിങ് ചൈൽഡ്, അലക്സ് ലില്ലിയുടെ പെർസ്പെക്റ്റീവ് ആണ്. ഹീ ഹാസ് ടു വെരി ലവിങ് പേരൻസ്. അയാളുടെ പപ്പ പ്രത്യേകിച്ച് ഭയങ്കര ഹാൻഡ്സ് ഓൺ പപ്പയാണ്, പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ സ്കൂളിൽ പപ്പയാണ് വരുന്നത്. ആൻഡ് വെരി ക്ലോസ്, ഇറ്റ്സ് എ നോർമൽ ലവിങ് ഫാമിലി. അപ്പോൾ ഒരു ദിവസം പപ്പ പിക്ക് ചെയ്തിട്ട് കാറിലിരിക്കുമ്പോൾ ഇങ്ങനെ പറയും, അമ്മയുടെ ഏതോ ഒരു ആണ്ടുണ്ട്, അവർക്ക് തീരെ വയ്യ, ടെർമിനലി സിക്കാണ്, അവർക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, അപ്പോൾ ചിലപ്പോൾ 1 മാസത്തോളം അവർ വന്ന് നമ്മുടെ കൂടെ താമസിക്കുമായിരിക്കും എന്ന് പറയും. അപ്പോൾ ഈ കൊച്ചു ചോദിക്കും, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, ആരെ ഇവർ, ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഫാദർ പറയും, ഞാനും കണ്ടിട്ടില്ല, പക്ഷേ ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്, അവർക്ക് തീരെ വയസ്സായപ്പോൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓക്കെ അവർ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, അവർ ആണ്ട് ഗ്ലാഡിസിനെ വെൽക്കം ചെയ്യാൻ റെഡിയോ. അന്ന് രാത്രി കൊച്ചു ബെഡിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തീരെ വയസ്സായിട്ട് എണീക്കാൻ പോലും ജീവനില്ലാത്തൊരു അമ്മച്ചി വരുന്നു. ആ അമ്മച്ചി വന്നിട്ട് കാറിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാൻ അലക്സിന്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഹീ നോട്ടീസസ് ദർ ഇസ് വൺ പ്ലാന്റ്, ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി, വിച്ച് ലുക്സ് റിയലി അൺയൂഷ്വൽ, ബട്ട് ടിപ്സ് ഒക്കെ ഭയങ്കര ഷൈനി ആയിട്ടൊരു ഏലിയൻ ലുക്കിംഗ് പ്ലാന്റ് എടുത്തുകൊണ്ടാണ് ഇവർ വീട്ടിനകത്തേക്ക് വന്നത്. അടുത്ത ദിവസം രാവിലെ ഈ കൊച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ വന്ന് നോക്കുമ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ടേബിളിൽ ഇരിക്കുക. ആൻഡ് they are speaking to him, hi, how are you and all that, but that's that. അവർക്ക് എന്തോ പന്തികേടൊക്കെ കാണുന്നുണ്ട്. ആൻഡ് പിന്നെയാണ് ആ കൊച്ചിന് മനസ്സിലാവുന്നത് ദാറ്റ് ഫോർ സം സ്ട്രേഞ്ച് റീസൺ ഈ ആണ്ട് ഗ്ലാഡിസ്, ഹൂ വാസ് ലൈക്ക് എണീക്കാൻ ജീവനില്ലാണ്ട് പോലെ ഇരുന്ന ആള്, ഇപ്പം ഇത്തിരിയും കൂടെ ഹെൽത്തിയർ ആണ്. അവർ വിഗ് ഇട്ടിട്ടുണ്ട്, അവർ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അവർ ഇച്ചിരി കൂടെ കാണാനൊക്കെ വൃത്തിയായിട്ടുണ്ട്, ബേസിക്കലി ഹെൽത്തിയർ ആയിട്ടുണ്ട്. ആൻഡ് ഷീ ടെൽസ് അലക്സ് ദാറ്റ് ഞാൻ ഇവിടെ ഉണ്ടെന്നോ ഈ പേരൻസ് ഇങ്ങനത്തെ പൊസിഷനിൽ ഫ്രോസൺ ആണെന്നോ ഒന്നും ആരോടും നിങ്ങൾ മോൻ പറയില്ല. മോൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് മീ എന്ന് പറഞ്ഞിട്ട് ഷീ ഡസ് ദാറ്റ് റിച്വൽ അഗൈൻ. ഒരു കമ്പ് എടുക്കുന്നു, സ്വയം പ്രിക്ക് ചെയ്യുന്നു, ആ ബ്ലഡ് ഇതിൽ തേക്കുന്നു, ആൻഡ് ദെൻ സ്നാപ്സ് ഇറ്റ്, ആൻഡ് ദെൻ ഹിസ് പേരൻസ് സ്റ്റാർട്ട് സ്റ്റാബിങ് ദെംസെൽസ് വിത്ത് ഫോർക്ക്. ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഇവരിപ്പോൾ ഈ പേരൻസ് ഇപ്പോൾ ഈ അൺഗ്ലാഡിസിൻ്റെ കൺട്രോളാണ്. ചെക്കൻ അച്ഛനും അമ്മേനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ട് അവർ പറയണത് എല്ലാം ചെയ്യും. ഇസെൻഷ്യലി ആ ലേഡി ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ വിച്ചാണ്. പാരസൈറ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. സം കൈൻഡ് ഓഫ് എൻറ്റിറ്റി വിച്ച് ഫീഡ്സ് ഓഫ് ദ ലൈഫ് ഫോഴ്സ് ഓഫ് അതേഴ്സ്. അപ്പം ഇവർ ഈ പേരൻസിൻ്റെ ലൈഫ് ഫോഴ്സ് ഫീഡ് ചെയ്തുകൊണ്ടാണ് ആദ്യം വന്നപ്പോൾ തീരെ ഫീബിളായി, പിന്നെ 2 ദിവസം പേരൻസിൻ്റെ ലൈഫ് ഫോഴ്സിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ ആരോഗ്യവതിയായി. പക്ഷേ പേരൻസ് 2 പേരേ ഉള്ളൂ, എത്ര നാളാണെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഫോഴ്സ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ദിവസം രാത്രി അലക്സ് നോക്കുമ്പോഴേക്കും ഇവർ തീരെ പിന്നെയും ഫ്രാജിലായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആ ചെക്കൻ ചെന്നിട്ട് ചോദിക്കും, ഇസ് ദർ സംതിങ് ഐ കൻ ഡു ടു ഹെൽപ്പ് യു, ഹോസ്പിറ്റലിൽ വല്ലതും പോകണം. അപ്പോൾ ഈ ലേഡി പറയും, വേണ്ട, ഹൗ അബൌട്ട് യു ബ്രിങ് മീ 1 object ഫ്രം എവറി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ്. തള്ളയുടെ പ്ലാൻ നോക്കിക്കേ, പിള്ളേരാകുമ്പോൾ ഹയർ ലൈഫ് ഫോഴ്സ്, കൂടുതൽ പിള്ളേർ, 17 പിള്ളേരോളം ക്ലാസ്സിലുണ്ട്, അത്രയും പേരുടെ എനർജീസ് സൈമൾട്ടേനിയസ്ലി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷീ ക്യാൻ റിക്കവർ ഫാസ്റ്റർ. അങ്ങനെ ഈ ചെക്കൻ ക്ലാസ്സിൽ പോയിട്ട് 17 പിള്ളേർ വരച്ച് അവരുടെ പേര് ഇങ്ങനെ എഴുതി വരച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് അവരുടെ ബാസ്ക്കറ്റ്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചു പോയി ആ സകലതും എടുത്തുകൊണ്ട് വരും. ആൻഡ് ദെൻ ഗിവ്സ് ഇറ്റ് ടു ദിസ് പിശാച് പിടിച്ച തള്ള. ആ തള്ള ഒരു ദിവസം രാത്രി ആയപ്പോഴേക്കും ഈ റിച്വൽ എല്ലാം ചെയ്ത് അത് ഈ ബൗളിനകത്തേക്ക്, ഒരു ബൗൾ വെള്ളത്തിനകത്തേക്ക് ഈ പേപ്പേഴ്സ് എല്ലാം കീറി ആ ട്വിഗ് എല്ലാം എടുത്ത് റെഡിയാക്കി ബെല്ല് റിങ് ചെയ്യുന്ന ടൈമാണ് 2:17 AM ആയപ്പോൾ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഓൾ ദീസ് ചിൽഡ്രൻ എൻട്രാൻസ്ഡ് ആയിട്ട് ഈ അമ്മച്ചിയുടെ ബേസ്മെൻറ്റിലേക്ക് വന്ന് കയറുന്നു. ആൻഡ് ദെൻ ദേ ആർ കെപ്റ്റ് ദെയർ ഫോർ ദ നെക്സ്റ്റ് 1 month. ഈ അമ്മച്ചി ഇവരുടെ ലൈഫ് ഫോഴ്സ് ഫീഡ് ചെയ്യുന്നു. ഷീ ഗെറ്റ്സ് ബെറ്റർ. ആദ്യം വന്നപ്പോൾ അവർക്ക് മുടിയൊന്നും ഇല്ലായിരുന്നു, തീരെ ഫീബിളായിരുന്നു. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് അവർക്ക് മുടിയൊക്കെ വരാൻ തുടങ്ങി, അവരുടെ സ്കിന്നൊക്കെ ബെറ്ററായി, കുറേ കൂടെ ആരോഗ്യമുണ്ട്, അവർക്ക് സ്റ്റെപ്പ് കയറാൻ, എണീറ്റ് നടക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, വണ്ടി ഓടിച്ചു പോയി പ്രിൻസിപ്പളിനെ കാണാം, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നു. ആൻഡ് അടുത്ത ദിവസം ഈ ലേഡി വന്നിട്ട് പറയും, ഇപ്പം ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ പന്തികേട് മണത്ത് തുടങ്ങി, പാക്ക് യുവർ ബാഗ്സ്, നമ്മൾ നാളെ ഇവിടെ നിന്ന് കാലിയാക്കുന്നു. ഇവിടെയാണ് ആ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് എൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത്, റിമെമ്പർ, ആർച്ചറും വിച്ച് ഇസ് ദ ഫാദർ ഓഫ് ദ ചൈൽഡ് ആൻഡ് ആ ക്ലാസ് ടീച്ചറും ഈ വീടിൻ്റെ ഡിറക്ഷനിലാണ് പിള്ളേർ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കാറ് കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുക.
പിന്നെ അങ്ങോട്ട് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. ഇവര് വീടിന്റെ അകത്ത് കയറാൻ നോക്കും. അപ്പൊ ആ ലേഡി ഒരു സോൾട്ട് റിങ് വെച്ചിട്ടുണ്ടായിരുന്നു ടു ഗാർഡ് ഹെർ പ്ലാന്റ് ആൻഡ് ഹെർ സെൽഫ്. ആ റിങ്, ആ സോൾട്ട് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ലക്ഷ്മണ രേഖ പോലത്തെ ഒരു സാധനമാണ്, അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻട്രാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പോലീസുകാരൻ, ഡ്രഗ് അഡിക്റ്റ്, അലക്സിന്റെ അമ്മ, അലക്സിന്റെ അച്ഛൻ, ഇത്രയും പേര് എൻട്രാൻസ് ചെയ്ത് അവരവിടെ ഗാർഡ്സ് പോലെ വെച്ചിട്ടുണ്ട്. ഇവര് പിശാശുകളെ പോലെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ക്ലാസ് ടീച്ചറിനെയും ഈ കാണാണ്ടായ കുട്ടിയുടെ പപ്പ ആർച്ചറിനെയും. ആൻഡ് ദ ടീച്ചർ മാനേജസ് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. അതെങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് ചെറുക്കന് അപ്പോഴാണ് ബുദ്ധി ഉദിക്കുന്നത്. ബിക്കോസ് ഫോർ എ സ്മോൾ ഗ്യാപ്പ് ഹി കട്ട്സ് ത്രൂ ദ സോൾട്ട് ലൈൻ ആൻഡ് ഗെറ്റ്സ് ഇൻ ടു ദ റൂം നിയർ ദ പ്ലാന്റ്. അപ്പൊ ഈ ചെക്കൻ എന്ത് ചെയ്യും, ആ പ്ലാന്റിൽ നിന്ന് ഒരു കൊമ്പ് ഇങ്ങനെ ഓടിച്ചെടുക്കുന്നു, അവിടെ ആ അമ്മച്ചിയുടെ വിഗ് കാണുന്നു, അതും എടുക്കുന്നു, ബാത്റൂമിൽ പോയി ലോക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ ഹി ഹാസ് സീൻ ദാറ്റ് ലേഡി ഡു ഇറ്റ് 100 times, സോ ഹി ഡസ് ഇറ്റ്. ആ ട്വിഗ് എടുത്തിട്ട് സ്വന്തം കൈ പ്രിക്ക് ചെയ്യുന്നു, പ്രിക്ക് ചെയ്തിട്ട് അതിൽ ഫുൾ ബ്ലഡ് റബ് ചെയ്യുന്നു. എന്നിട്ട് ആ വിഗിന്ന് 2-3 മുടി ബാക്കി ഉണ്ടായിരുന്നു, അതും ആ അമ്മച്ചിയുടെ, അതെടുത്ത് റാപ്പ് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്യുന്നു. വാട്ട് ഫോളോഡ് വാസ് 10 minutes ഓഫ് ആബ്സല്യൂട്ട് കെയോസ്. സംഭവിക്കുന്നതൊക്കെ ഹൊറിഫൈങ് കാര്യങ്ങൾ. ആ 17 പിള്ളേരും ബേസ്മെന്റിൽ നിന്ന് പ്രാന്ത് പിടിച്ച പോലെ ഇറങ്ങി വന്നു, ലൈക്ക് എ മിസ്സിൽ ലോക്ക്ഡ് ഓൺ ടാർഗറ്റ്. ആ അമ്മച്ചിക്ക് പുറകെ പോകുന്നു. ആണ്ട് ഗ്ലാഡിസ് സ്റ്റാർട്ട്സ് റണ്ണിങ് ത്രൂ ദ നെയ്ബർഹുഡ്. റോട്ടിൽ കൂടെ, ആൾക്കാരുടെ വീടിന്റെ ഇടയിൽ കൂടെ ഒക്കെ അവര് ആന്നും പറഞ്ഞോണ്ട് ഓടുന്നു. പിള്ളേര് റേബീസ് പിടിച്ച പോലെ, ഈ സോംബി സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിഞ്ഞ് അവരുടെ പുറകെ ഓടുന്നു. ഇവൻച്വലി പിള്ളേർ അവരെ പിടിക്കുന്നു. ആൻഡ് ദെൻ തുണി കീറുന്ന പോലെ കീറിക്കളയുന്നു. ബട്ട് യാ, അബ്രപ്റ്റ്ലി സിനിമ അവിടെ എൻഡ് ചെയ്യും. ആൻഡ് ദെൻ വി ആർ ടോൾഡ് വിയ വോയിസ് ഓവർ ദാറ്റ് ചില പിള്ളേര് പതുക്കെ റിക്കവർ ചെയ്ത് തുടങ്ങി, ചില പിള്ളേര് സംസാരിച്ചും തുടങ്ങി. അലക്സിന്റെ പേരൻസ് അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കലും റിക്കവർ ചെയ്യില്ല, കാരണം ദേ വർ ഡ്രെയിൻ ടു മച്ച്. അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ നാള് ഗ്ലാഡിസ് ലൈഫ് ഫോഴ്സിനെ ഫീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. But that's how the movie ends. Yeah, it's an abrupt ending, but I have to tell you, theater experience was amazing. Last 10 minutes ആ Aunt Gladys ഓടുന്ന സീൻസ് ചിരിച്ച് അയ്യോ, അവര് ഓടുന്ന കാണാൻ തന്നെ ഭയങ്കര കോമഡി. ഷീസ് ലൈക്ക് അയ്യോ പണി വരുന്നുണ്ട് ടൈം. പൊളിയായിരുന്നു. അപ്പൊ ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഇഫ് യു ഹാവ് വാച്ച്ഡ് ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് എക്സ്പ്ലനേഷൻസ് അബൌട്ട് ദ നമ്പർ 217, ഐ നോ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, ബിക്കോസ് ദാറ്റ് വാസ് എ റൂം നമ്പർ ഇൻ ഷൈനിങ്. ഇറ്റ് വാസ് ഓൾസോ ഐ തിങ്ക് റെഫറൻസ് ടു എത്ര വോട്ട്സ് പാർലമെന്റിൽ ഉണ്ടായിരുന്നു അഗേൻസ്റ്റ് ബാൻ. ദേ ലോസ്റ്റ് ഇറ്റ്, ബട്ട് സ്റ്റിൽ അത് പാസ് ചെയ്യാൻ പറ്റിയില്ല ബില്ല്. ബട്ട് ദാറ്റ്സ് ഹൗ മെനി വോട്ട്സ് ദർ വർ അഗേൻസ്റ്റ് യൂസിങ് ഗൺസ് ഇൻ ദ US. ഒരുപാട് പിള്ളേര് ഗൺ വയലൻസ് കാരണം, റെക്ലെസ് ഗൺ യൂസേജ് കാരണം US മരിക്കുന്നുണ്ട്. സോ ആരൊക്കെയോ റെഡിറ്റിൽ പറയുന്നുണ്ടായിരുന്നു ദാറ്റ് ഇറ്റ് വാസ് എ റെഫറൻസ് ടു ദാറ്റ് ഓൾസോ. ഡയറക്ടർ അത് ഡിനൈ ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഹാപ്പി കോയിൻസിഡൻസ് ഐ സപ്പോസ്. ദാറ്റ്സ് ദാറ്റ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വെപ്പൺസ് പോയി തിയേറ്ററിൽ തന്നെ കാണുക. ഇറ്റ്സ് റിയലി നൈസ്, എസ്പെഷ്യലി ആ ഡ്രഗ് അഡിക്റ്റിന്റെ പെർസ്പെക്റ്റീവും പിന്നെ ആരുടെയും അല്ലാത്ത ഉള്ള ക്ലൈമാക്സ് ഷോട്ട്സും പൊളിന്ന് വെച്ചാൽ വെറും പൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, വേറൊരു സിനിമ റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അംബ്ലി ബൈ ഡ്രിങ്ക് വാട്ടർ, വെയർ സൺസ്ക്രീൻ.